ഫോട്ടോ ഉപയോഗിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ കുറുവാ സംഘാംഗം എന്ന് പ്രചരിപ്പിക്കുന്നതിനെതിരെ മരമുറി തൊഴിലാളിയായ യുവാവ് രംഗത്ത്. ഇരിങ്ങാലക്കുടയിൽ വാടകയ്ക്ക് താമസിക്കുന്ന കാട്ടൂർ കൊല്ലയിൽ വിനോദ് നിയമ നടപടിക്കൊരുങ്ങുകയാണ്. ജോലിയുടെ ഭാഗമായി ഒക്ടോബർ 18-ന് ആറാട്ടുപുഴ തേവർ റോഡിലെത്തിയപ്പോഴാണ് ദുരനുഭവങ്ങളുടെ തുടക്കം. ഈ നിരവരാദ്യം തെളിയിക്കണം. എനിക്ക് 2 മക്കളുണ്ട്. ഇന്ന് നാഷണൽ സ്കൂളിൽ എൻ്റെ ക്രാങ്ങളെ കൊണ്ടാക്കിയപ്പോൾ അവിടെ ചോദ്യങ്ങളൊന്നും മുഖപ്പേരി പിടിച്ചിട്ട് നോക്കലും സംസാരങ്ങളും വഴി ഇറങ്ങിയിരിക്കും. നടക്കാൻ പറ്റില്ല. ഒരു ഗ്ലാസ് വെള്ളം പോലും ചോദിച്ചാൽ ആരും തരുന്നില്ല. അപ്പോൾ മൊബൈലിലായാലും എല്ലായാലും പാർപ്പിട്ടുണ്ട്. ജനാർദ്ദനൻ എന്നയാളുടെ വീടിന്റെ പരിസരത്ത് മുറിച്ചിട്ട മരക്കൊമ്പുകൾ വിനോദ് വാങ്ങിയിരുന്നു. ഒരു ടെമ്പോയ്ക്കുള്ള മരമില്ലാത്തതിനാൽ സമീപത്തെ മറ്റൊരു വീട്ടിലെ മരക്കൊമ്പുകൾ കൂടി മുറിച്ചു വാങ്ങാനുള്ള ശ്രമം നടത്തി. ഇതിന്റെ ഭാഗമായി സമീപത്തെ കടയിൽ ഈ വീട്ടുകാരെ കുറിച്ച് അന്വേഷിച്ചു. നാട്ടുകാരൻ വഴി അറിഞ്ഞ പ്രദേശത്തെ മോഷണ ശല്യത്തെക്കുറിച്ചും വിനോദ് കടയിൽ തിരക്കി. ഇത് നാട്ടുകാരിൽ സംശയമുണ്ടാക്കി. ഇദ്ദേഹത്തിന്റെ ചിത്രം മൊബൈലിൽ പകർത്തിയ ആരോ വാട്സ്ആപ്പ് മുഖേന സന്ദേശം പ്രചരിപ്പിച്ചു. അവിടുന്ന് ആൾപ്പാസങ്ങളില്ല ചോദിക്കാനായിട്ട്. അപ്പൊ കുറച്ചു നേരം അവിടെ ഞാൻ വണ്ടി നിർത്തി നിന്നു ഇറങ്ങാതെ. പിന്നെ ഞാൻ അങ്ങോട്ട് പോയതിന് ശേഷമാണ് രാജുവിനെ കണ്ടത്, അല്ല ജിത്തുവിനെ കണ്ടത്. ജിത്തുവിനെ കണ്ട് ഞാൻ സംസാരിച്ചു. അപ്പൊ അവൻ തന്നെ ഞാൻ അവിടുന്ന് വണ്ടി വെച്ച് നടന്നു വരുന്നിട്ട് അവൻ തന്നെ പറഞ്ഞു, അടിയിലൊരു ചിത്ത താമസിക്കുന്നുണ്ട്, മേളിലൊരു വാടകക്കാരുണ്ടെന്ന് പറഞ്ഞു. അവിടുന്ന് നടന്നു വരുമ്പോൾ എന്തെങ്കിലും കോൾ ചെയ്തു, ഇന്നൊരാളെ അവിടേക്ക് നടന്നു വരുന്നുണ്ടെന്ന് മറ്റുള്ളവരോട്. അതൊക്കെ ഞാൻ കേട്ടു. എന്നുവെച്ചാൽ വണ്ടി സ്റ്റാൻഡിട്ട വഴിക്കുന്ന മൊബൈലിൽ അവൻ ഞാൻ എൻ്റെ കർണാടക കണ്ടു അവൻ സംസാരിക്കുന്നതൊക്കെ. പിന്നെ കുറെ നേരം കഴിഞ്ഞിട്ട് ശേഷം വണ്ടിയിട്ട് എന്നാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ചോദിച്ചില്ലെങ്കിൽ അതും കള്ളക്കാരനാവും. 3 പേരുടെ ശബ്ദ സന്ദേശവും വിനോദിന്റെ ചിത്രം കൂടാതെ മറ്റൊരു വ്യക്തിയുടെ ചിത്രവും ഉൾപ്പെടുത്തി ഈയിടെയാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ വ്യാപകമായി പ്രചരിപ്പിച്ചത്. 3 ശബ്ദ സന്ദേശങ്ങൾ ഒരാളുടെ സന്ദേശത്തിലാണ് ഇവർ കുറുവാ സംഘമാണെന്ന് പറയുന്നത്. ചേർപ്പ് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ചിത്രത്തിലെ ഒരാൾ കാട്ടൂർ സ്വദേശിയാണെന്ന് വ്യക്തമായത്. വിനോദിനെ കുറിച്ച് നടത്തിയ അന്വേഷണത്തിൽ അദ്ദേഹം നിരപരാധിയാണെന്ന് കണ്ടെത്തിയതായി എസ്ഐ പറഞ്ഞു. വിനോദും സഹോദരനും സുഹൃത്തുക്കളും ചേർപ്പ് പഞ്ചായത്ത് അംഗവും പോലീസ് സ്റ്റേഷനിലെത്തിയിരുന്നു. തന്റെ ചിത്രം സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിന് നടപടി ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനാണ് വിനോദിന്റെ തീരുമാനം. വിദേശത്തു നിന്നും മറ്റു ജില്ലകളിൽ നിന്നും വ്യാജ പ്രചരണം കണ്ട് ബന്ധുക്കൾ ഇദ്ദേഹത്തെ വിളിക്കുന്നുണ്ട്. ഡെൽ കമ്പനിയിൽ ബോയിലർ ഓപ്പറേറ്ററായി ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട് വിനോദ്. വിദേശത്തും ജോലി ചെയ്തിരുന്നു. പെരുമ്പിളിശ്ശേരിയിൽ വള കട്ടിംഗ് സ്ഥാപനത്തിലും ജോലി ചെയ്തിട്ടുണ്ട്. കരിങ്കല്ലുപണി, മരമുറി എന്നിവയും ചെയ്യുന്നു. മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി 3 പീടികയിൽ. വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ. 10 പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ, ലൈറ്റ് വെയ്റ്റ് ആൻഡ് കിഡ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ്. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മനസ്സിലിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ്. 32 വർഷത്തിന്റെ സേവന പാരമ്പര്യം. മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, 3 പീടിക. You're watching True Line News.